നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എനിക്ക് ആ തീർച്ച ഇല്ലാത്തോണ്ടാ നന്ദേട്ടാ ഞാൻ പോലീസിൽ അറിയിച്ചത്. എന്ത് നടന്നതായാലും അവരന്വേഷിക്കട്ടെ. മനസ്സിൽ തോന്നുന്ന ഊഹങ്ങൾ വെച്ച് എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. എന്തിനായാലും ഒരു ഉത്തരം വേണം എനിക്ക്. അതും ഇന്ന് രാത്രി തന്നെ. നന്ദ, സച്ചി ഇതുവരെ വന്നില്ലല്ലേ? ഇല്ലച്ചാ. നീ ഇറങ്ങി ഒന്ന് അന്വേഷിക്ക്. ഇനിയും എത്രയെന്ന് കരുതിയാ അവനെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത്? അന്വേഷിച്ചാലും കണ്ടെത്താൻ പാടായിരിക്കും അച്ഛാ. അവനായി തന്നെ ഇങ്ങ് വന്നോളും. ഈ രാത്രി എവിടെ പോയി അന്വേഷിച്ചാലും അവനെ കിട്ടാൻ പോകുന്നില്ലെന്നുള്ള കാര്യം ഉറപ്പാ. പിന്നെ എന്ത് സമാധാനത്തിലാണ് നമ്മളിവിടെ ഇരിക്കുന്നത്? എങ്ങോട്ട് പോയെന്നോ എന്തു പറ്റിയെന്നോ അറിയണ്ടേ? അവനൊന്നും പറ്റില്ല. അച്ഛൻ ധൈര്യമായിട്ടിരിക്കും. നാളെ അവനായിട്ട് എന്നെ ഇങ്ങ് വന്നോളും, എനിക്കുറപ്പാ. നമ്മൾ ഈ ടെൻഷൻ അടിക്കുന്നവർക്ക് വെറുതെ ആവുകയും ചെയ്യും. അച്ഛാ, അവൻ വിളിക്കോ മറ്റോ ചെയ്തോ മോളെ? ഇല്ല അച്ഛാ, അങ്ങോട്ട് വിളിച്ചിട്ടും കിട്ടുന്നില്ല. സമാധാനം ഇല്ലാത്തോണ്ട് ഞാൻ ACP സാറിനെ വിളിച്ച് വിവരം പറഞ്ഞിട്ടുണ്ട്. അവരൊന്ന് അന്വേഷിക്കട്ടെ. ഇപ്പോ പോലീസിൽ അറിയിക്കണ്ടായിരുന്നു മോളെ. ചിലപ്പോ രാത്രി തന്നെ അവനിങ്ങ് വന്നാലോ? സച്ചേട്ടൻ അങ്ങനെ വരില്ല. അങ്ങനെ വരുമായിരുന്നെങ്കിൽ എപ്പോഴേ വന്നേനെ. അച്ഛൻ വേണ്ടായിരുന്നു പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല. നാളെ ഒരു വിവാഹം നടക്കാൻ പോകുന്ന വീടായത്. ഇന്ന് രാത്രി ഇവിടെ പോലീസ് കയറിയിറങ്ങിയ നാട്ടുകാരെന്ത് വിചാരിക്കും? അതാ അച്ഛൻ അങ്ങനെ പറഞ്ഞത്. നാട്ടുകാരെന്ത് വിചാരിച്ചാലും അത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല അച്ഛാ. എന്റെ സച്ചേട്ടനെ എനിക്ക് വേണം. അല്ലെങ്കിൽ എന്ത് പറ്റിയെന്നെങ്കിലും എനിക്കറിയണം. ഒന്ന് വിളിച്ചിട്ടോ എന്തെങ്കിലും വിവരം കിട്ടിയിട്ടോ മണിക്കൂർ ഇത്രയായില്ലേ. ഇനിയും കാത്തിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അർച്ചന എന്താ മനസ്സിൽ കരുതിയിരിക്കുന്നത്? സച്ചി ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയി എന്നാണോ? അങ്ങനെയാണെങ്കിൽ തട്ടിക്കൊണ്ടുപോയർ വെറുതെ അവനെ പിടിച്ചു വച്ചേക്കുവോ? പണത്തിന് വേണ്ടിയാണെങ്കിൽ അവരൊന്ന് വിളിക്കെങ്കിലും ചെയ്യില്ലേ? അതാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും അല്ലാന്ന്. അവൻ മറ്റെവിടെയോ ആണ്. ഉദ്ദേശവും അവന് മാത്രമേ അറിയൂ. ഞാൻ ഇപ്പോഴും പറയുന്നു, അവൻ ഇന്ന് രാത്രി വന്നില്ലെങ്കിലും നാളെ അവൻ എന്തായാലും വരും. എനിക്കത് തീർച്ചയാണ്. എനിക്ക് ആ തീർച്ച ഇല്ലാത്തോണ്ടാ നന്ദേട്ടാ ഞാൻ പോലീസിൽ അറിയിച്ചത്. എന്ത് നടന്നതായാലും അവരന്വേഷിക്കട്ടെ. മനസ്സിൽ തോന്നുന്ന ഊഹങ്ങൾ വെച്ച് എനിക്ക് സമാധാനമായിട്ടിരിക്കാൻ പറ്റില്ല. എന്തിനായാലും ഒരു ഉത്തരം വേണം എനിക്ക്. അതും ഇന്ന് രാത്രി തന്നെ. ഹലോ സാർ, എന്തായി കാര്യങ്ങളൊക്കെ? ബോധം വന്ന നേരം മുതൽ അവൻ ഭയങ്കര ബഹളമാ. ചുറ്റുവട്ടത്ത് മറ്റു വീടുകളില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. സൂക്ഷിച്ചോണം. ഒരു കാരണവശാലും അവൻ പുറത്തു ചാടരുത്. മയക്കാനുള്ള ഡോസ് എന്തെങ്കിലും അവന് വീണ്ടും കൊടുത്തേക്ക്.
അവന്റെ അടുത്തേക്ക് പോകുമ്പോ നീ ഒറ്റയ്ക്ക് പോവാൻ വേണ്ട. ശരി സാർ, ഞാൻ നോക്കിക്കൊള്ളാം. ഉം. അവൻ ആ സച്ചി ഭയങ്കര ബഹളമാണെന്ന്. ബഹളം ഉണ്ടാക്കാതിരിക്കാൻ അവനെ നമ്മൾ ഉല്ലാസയാത്രയ്ക്ക് അയച്ചൊന്നും അല്ലല്ലോ, തട്ടിക്കൊണ്ടുപോയതല്ലേ. അപ്പൊ ഇത്തിരി ബഹളമൊക്കെ വെക്കും. ഞാൻ എന്തെങ്കിലും ചെയ്ത് മയക്ക് കിടത്താൻ പറഞ്ഞിട്ടുണ്ട്. അല്ല, നീ എന്താ എന്റെ പുറകെ ഇങ്ങോട്ട് വന്നത്? സച്ചിയെ കാണാനില്ലെന്ന് പറഞ്ഞ് ആ അർച്ചന ACP വിളിച്ചിട്ടുണ്ട്. കളക്ടർ ശാലിനിയും വിളിച്ചു എന്ന് തോന്നുന്നു. താമസിയാതെ ഇവിടേക്ക് പോലീസ് വരും. നീ ടെൻഷൻ അടിക്കാൻ മാത്രമൊന്നുമില്ല. അവരെന്തേലും ചോദിച്ചാ അവർക്ക് സംശയം വരാത്ത രീതിയിലുള്ള ഒരു മറുപടി ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. എവിടെയും പാളിയാ അറിയാലോ. നീ എന്നെ കൂടി പറഞ്ഞ് പേടിപ്പിക്കാതെ. നാളെ കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു. നാളെ കൂടെ കഴിയാൻ ആ പാട്. അത് ഇന്ന് രാത്രി ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ നോക്കട്ടെ. ദേ, പോലീസ് എത്തിയിട്ടുണ്ട്. നീ വാ. സാർ, എൻ്റെ പേര് നന്ദകുമാർ. ഞാൻ സച്ചിദാനന്ദൻ്റെ ഏട്ടനാണ്. എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ടായിരുന്നു. നാളെ എൻ്റെ അനിയത്തിയുടെ വിവാഹമാണ്. അപ്പോൾ ഇന്നിവിടെ പോലീസൊക്കെ കയറി ഇറങ്ങാന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കതൊരു ബുദ്ധിമുട്ടാവും. സച്ചിദാനന്ദനെ കാണാനില്ല എന്നുള്ളത് അർച്ചനയുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. എനിക്കുറപ്പുണ്ട് അവൻ മറ്റെവിടെ പോയതാ. ഇന്നോ നാളെയോ തിരിച്ചു വരികയും ചെയ്യും. അർച്ചനയ്ക്ക് ഒരു അബദ്ധം പറ്റിയതാണ്. ഇന്ന് രാത്രി നിങ്ങൾ വന്ന് ചോദ്യം ചെയ്യാന്ന് വെച്ചാൽ അത് ബുദ്ധിമുട്ട് മാത്രമല്ല, എല്ലാവർക്കും വിഷമാവുകയും ചെയ്യും. അതുകൊണ്ട് ദയവായി തിരിച്ചു പോകണം. ഞങ്ങൾക്കാർക്കും അങ്ങനെ ഒരു പരാതിയില്ല. നാളെ കൂടി നോക്കിയിട്ട് കണ്ടില്ലെങ്കിൽ ഞങ്ങൾ പരാതി തന്നോളാം സാർ. സാർ പ്ലീസ്. മിസ്റ്റർ നന്ദകുമാർ, നാളെ നിങ്ങളുടെ സഹോദരിയുടെ വിവാഹമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഈ മിസ്സിംഗ് കേസ് എങ്ങനെ അന്വേഷിക്കാതിരിക്കാൻ പറ്റും? സച്ചിദാനന്ദൻ മിസ്സിംഗ് ആണെന്നുള്ളത് നിങ്ങൾക്ക് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലായിരിക്കും. പക്ഷേ അദ്ദേഹത്തിന്റെ വൈഫ് അർച്ചനയ്ക്ക് അങ്ങനൊരു സംശയം ഉള്ളതുകൊണ്ട് ഞങ്ങൾക്ക് അന്വേഷിച്ചേ പറ്റൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.